ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കോട്ട് കോളർ നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരു കുർത്തിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു നൈറ്റിയിൽ ഈ നെക്കിൻ്റെ കട്ടിങ് കാണിച്ചിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് കുർത്തിയിൽ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും 40 ചെസ്റ്റ് സൈസിൻ്റെ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം നമുക്ക് ഷോൾഡർ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുത്തു. അപ്പോൾ നോർമൽ ഞാൻ കുർത്തിക്ക് എടുക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ കോളർ ആയതുകൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം മാർക്കിംഗ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് 8 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ആം ഹോൾ മെഷർമെൻറ്റും എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അത്ര തന്നെ ആം ഹോൾ എടുക്കുക. അപ്പോൾ 8 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുത്തിട്ട് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുക. അപ്പോൾ 1 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് അതിവിടെ നിന്നും ഈ ഷോൾഡർ സ്ലോപ്പിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് വേണമെങ്കിൽ 1/2 ഇഞ്ച് വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു കോളർ ആയതുകൊണ്ടാണ് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിത് ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ 40 ചെസ്റ്റ് സൈസിൻ്റെ മെഷർമെൻറ്റിലാണ് കുർത്തി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എത്രയാണോ മെഷർമെൻറ്റുകളൊക്കെ വരുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് കുർത്തി സ്ട്രൈറ്റ് കുർത്തിയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവ നെക്ക് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്യാൻവാസ് ഷീറ്റ് എടുക്കുക. അപ്പോൾ ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ ലെങ്ത്ത് വരുന്ന 14 ഇഞ്ചും അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 11 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മൾ കുർത്തിയുടെ അതേ മെറ്റീരിയലിൽ ഈ ക്യാൻവാസ് ഷീറ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 3.5 മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് അത്രയും മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം താഴത്തേക്ക് ഒരു 4 ഇഞ്ചിലൊരു മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് വരച്ചെടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു യു ഷേപ്പിലൊരു മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം മുകളിൽ നിന്നും നമ്മുടെ നെക്കിൻ്റെ ഓപ്പണിംഗ് എത്രയാണോ അത് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 8.5 ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം, നിങ്ങളുടെ നെക്കിൻ്റെ ഡെപ്ത് എത്ര വേണം അതിനനുസരിച്ച് വേണം മാർക്ക് ചെയ്തെടുക്കുക. നോർമൽ എടുക്കുന്നതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കൂട്ടി വേണം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കോളർ ആയതുകൊണ്ട് ഇത് കുടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അത് ഈ 8.5 മാർക്ക് ചെയ്തെടുത്ത് അവിടേക്ക് ഒരു വി ഷേപ്പിലൊരു മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഷീറ്റ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ഒരു 1.5 മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ യു ഷേപ്പിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും ചെറുതായിട്ടൊരു കട്ട് മാർക്ക് കൊടുക്കുക. ഇനി 2 ഇഞ്ചിലൊരു മാർജിൻ കൊടുത്തിട്ട് ആ മാർജിൻ കൂടി നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മാർക്കിങ്ങിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ നല്ല വശം ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വേണം ഈ ക്യാൻവാസ് ഷീറ്റ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പിന്നപ്പ് ചെയ്തെടുക്കുക. പിന്നപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 1.5 മാർക്ക് ചെയ്താൽ അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി വി ഷേപ്പിൽ വന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെ 1.5 മാർക്കിംഗ് വരെ കട്ട് മാർക്ക് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 1.5 അവിടെ നിന്നുമാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അതിനുശേഷം നമ്മൾ 8.5 വി ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ 1.5 തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അവിടെ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത്രയും മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ നെക്കിൻ്റെ സൈഡിൽ. അതിനുശേഷം നമ്മൾ ഈ വി ഷേപ്പിലേക്ക് ഒരു കട്ട് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ അധികം മാർജിനില്ല, അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കട്ടാവാണ്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഈ കോർണറൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ച് ഉൾഭാഗത്തേക്ക് ക്ലോത്ത് ഒന്ന് തിരിച്ചിടാം.
ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്തു കൂടി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാതെ വിട്ട 2 സൈഡും അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളർ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ നമ്മുടെ കോളർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് 2 സൈഡും ഞാനിതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിനും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബാക്ക് പാർട്ടുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുർത്തിയുടെ ബാക്ക് സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഷോൾഡറാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഷോൾഡർ റൈറ്റ് സൈഡുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുർത്തി ഒന്ന് 2ആയിട്ടൊന്ന് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുത്തിട്ട് ബാക്ക് സൈഡിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കോളർ ആയതുകൊണ്ട് 1 ഇഞ്ച് ബാക്ക് സൈഡിൽ ഇറക്കിയാൽ മതിയാവും. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ കറക്റ്റ് ഫ്രണ്ട് പാർട്ടിന് എത്രയാണോ കട്ട് ചെയ്ത് അതുപോലെ തന്നെ 3.5 ഇഞ്ചിൽ വേണം കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കോളറിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും വേണം നമ്മൾ കോളറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ചുറ്റിനും ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വേണം മെഷർമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വരെ വേണം നമ്മുടെ കോളറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് കോളറിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയത് 16.25 ആണ്. അപ്പോൾ ഇനി നമുക്കിത് ഒരു ക്യാൻവാസ് ഷീറ്റിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 18.5 ഇഞ്ചും അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എത്രയാണോ നെക്കിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് അതിൽ നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം ക്യാൻവാസ് ഷീറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഷീറ്റ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു 3.5 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഫോൾഡ് വശത്ത് നിന്നും നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ 16.25 ആണ് എൻ്റെ നെക്കിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ടേപ്പിൽ 8 ഇഞ്ചും അതിനുശേഷം ഒരു പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അടയാളപ്പെടുത്തുക. ഇനി ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച അവിടെ ഒരു 1.5 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഓപ്പൺ വശത്താണ് ഇത് മാർക്കിംഗ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫോൾഡ് വശത്ത് നിന്നും ഒരു 3 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ 1.5ഉം അതുപോലെ തന്നെ 3 ഇഞ്ചും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഒരു ചരിച്ചൊരു ലൈൻ വരയ്ക്കുക ഒരു 1/2 ഇഞ്ചിൽ. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അവിടെ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം അതിനുശേഷം താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിലൊരു ചരിച്ചൊരു മാർക്കിംഗ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ചിൽ ചരിച്ച് വരച്ച ആ സ്ഥലത്ത് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നമ്മൾ ആ ഒരു കർവ് പോലെ വരുന്ന ആ ഭാഗത്താണ് ഫോൾഡ് ചെയ്ത് വയ്ക്കേണ്ടത്, സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻറ്റു മാർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോളർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് ക്ലോത്താണോ ആ ഒരു ക്ലോത്ത് എടുക്കുക. ആ ക്ലോത്തിലേക്ക് ആ ക്ലോത്തിൻ്റെ റോങ് സൈഡിൽ നമ്മുടെ ഈ ക്യാൻവാസ് ഷീറ്റ് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇൻറ്റു മാർക്ക് കൊടുത്ത ആ സൈഡിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വേറൊരു പീസ് ക്ലോത്ത് എടുക്കുക. അതിൻ്റെ ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡും ആ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മളിത് ക്യാൻവാസ് ഷീറ്റ് വയ്ക്കുമ്പോൾ 2 സൈഡിലും കുറച്ച് മാർജിൻ എക്സ്ട്രാ വിട്ടിട്ട് വേണം നമ്മൾ ഈ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒന്ന് പിന്നപ്പ് ചെയ്ത് വെക്കാം. പിന്നപ്പ് ചെയ്തതിന് ശേഷം 3 സൈഡ് വേണം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ നമ്മൾ ചരിച്ച് വരെ മാർജിൻ കൊടുത്ത ആ സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച അവിടെ കൂടി വേണം സ്റ്റിച്ച് ചെയ്ത് വരുവാൻ വേണ്ടിയിട്ട്. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ 3 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ക്ലോത്തുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത അവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ മാർജിൻ വിട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് നമുക്ക് കോളർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1/2 ഇഞ്ചിൻ്റെ മാർജിൻ വിടുന്നത്. അപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ വരുന്ന ക്ലോത്തുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ കോളർ ഒന്ന് തിരിച്ചെടുക്കുക. അപ്പം നമ്മുടെ ആ കോർണർ സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കോളർ കറക്റ്റായിട്ടൊന്ന് തിരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ 1/2 ഇഞ്ച് നമ്മൾ മാർജിൻ വിട്ട അവിടെ ഒരു ചോക്ക് കൊണ്ട് ഒരു ലൈനൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലൈനിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മളിതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ കുർത്തിയായിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ കുർത്തിയുടെ സെൻറ്റർ ബാക്ക് സൈഡിൽ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത അവിടെ നിന്നും ഈ 2 സെൻറ്ററും ഒരുമിച്ച് ചേർത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അതിന് ശേഷം അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കുർത്തിയുടെ സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാൻ. സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ ഈ 1.5 മാർക്ക് ചെയ്ത് അവിടം വരെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ 1/2 ഇഞ്ച് നമ്മളൊരു മാർജിൻ വരച്ചിരുന്ന ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ 1.5 മാർക്ക് ചെയ്ത് അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. ഒത്തിരി വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ചുളുക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വലിച്ചു പിടിക്കാതെ നമ്മൾ നോർമലായിട്ട് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡ് എടുക്കുക. തിരിച്ച് നമ്മൾ മറ്റേ സൈഡ് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ കോളർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇത് ഫുള്ളായിട്ട് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ 1.5 മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ നെക്കിൽ ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.